സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നേറുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ മഹാ സംരംഭത്തിൽ ഭാഗഭാക്കാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ ഒഫീഷ്യൽസിനെല്ലാം ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സൺഡേ സ്കൂൾ ദിനം. രണ്ട്, മിഡ് ടേം എക്സാമിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. പരീക്ഷ എന്നത് ജയിക്കാനും തോക്കാനുമുള്ള ഒരു സംവിധാനം മാത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പരീക്ഷ. അതുകൊണ്ട് ആരും പരീക്ഷയെ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയമോ തോൽവിയോ അല്ല ഇതിനകത്ത് കാര്യം. നമ്മൾ അറിയുക, അറിവ് വർദ്ധിപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പൊതുവെയുള്ള നാമം ജീസസ് കോൾസ് മീ എന്നതായിരുന്നുവെന്ന് എല്ലാവരും അനുസ്മരിക്കുമല്ലോ. ആ തലക്കെട്ട് നമുക്ക് വളരെ ആകർഷകമായി തോന്നണം. കാരണം ഈ സംരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം വിളിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം. യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് മീ. I am so happy that my beloved students have been responding to that call, knowing full well that Jesus calls every one of them. I am also happy that the teachers have understood the meaning of our title, Jesus Calls Me, because they have also started enthusiastically responding to the call of Jesus Christ. I am also happy that the officials of the Sunday School have accepted this by responding positively to the call from Jesus Christ. So the call comes from Jesus Christ our Lord. Our duty is to respond sincerely, respond with love and a sense of responsibility. Sunday school is for all of us. It is like a life breath. We come into contact with the Bible, we come into contact with our worship, our Orthodox faith, the details of it, and the full meaning of being Orthodox. That is why and that is how we respond to that loving, tender call from Jesus Christ. Let us recognize the voice of Jesus, how he calls us amidst all kinds of noises around. Let us keep our ears open to listen to the call and voice of Jesus Christ. He is our teacher. Jesus Christ is making use of our teachers to speak to us so that we will listen to him. So he is calling, I repeat, Jesus Christ is calling every one of us, not only students, not only teachers, the whole church and the whole world. നമുക്ക് ആ ശബ്ദം കേൾക്കാനായി കാതോർക്കാം.
അതിനോട് പ്രതികരിക്കാൻ ക്രിയാത്മകമായി, സന്തോഷമായി, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ. ആ ഉത്സാഹം ഇത് കേവലം ഒരു സെക്കുലർ പഠന പദ്ധതി പോലെയല്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനനത്തിൻ്റെയും ഭാഗമാണ് സൺഡേ സ്കൂൾ പഠനം എന്ന് ഗ്രഹിക്കാം. വളരെ ഭംഗിയായി ഇത് മുമ്പോട്ട് പോകട്ടെ. സാധാരണ പോലെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് പഠനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ നമുക്ക് ആവോളം ഭംഗിയായും ക്രിയാത്മകമായി ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാകുള്ളൂ. ഇതിലെല്ലാവരുടെയും സഹകരണം വേണം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. നമ്മുടെ പുതിയ സൺഡേ സ്കൂൾ സിലബസ് അനുസരിച്ച് ആരാധനാ കാര്യങ്ങളിലും മറ്റും കുട്ടികൾക്ക് പങ്കാളിത്തവും ഉത്സാഹവും ഉണ്ടാകത്തക്കവണ്ണം ആണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായി കാണും. കേവലം കുറേ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല. നമുക്ക് സഭയോടും സഭയുടെ നാഥനോടുമുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ സൺഡേ സ്കൂൾ തീരട്ടെ. നമുക്കെല്ലാം കാതോർക്കാം. യേശു ക്രിസ്തു വിളിക്കുന്നു. ജീസസ് കോൾസ് മീ and he is calling me and you. Let us learn to respond to that call of Jesus Christ. May God bless you all. Thank you very much. Grant me, Lord, in thy mercy, a spotless heart all untainted, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy by thy grace sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy land abide in a clean heart. Grant me, Lord, thy virtuous mind, always seeking thee, O Lady, taking down while that I shall trespass not to sinful ways. Grant me, Lord, thy virtuous mind, which reminds me day and night to fix my feet firmly in the way of thy commandments. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. 10 ക്ലാസ് ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. ഇപ്പോൾ വീണ്ടും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം.
ഈ കഥ വേദപുസ്തകത്തിലുള്ള കഥയാണ്. ഇത് പഴയ നിയമത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ കഥ ഏത് ഭാഗത്തെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം. 2 പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ഞാൻ ആ കഥ മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നില്ല. കഥ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. ഈ ഇസ്രയേലിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 16-17 വയസ്സ്. 16-17 വയസ്സുള്ളപ്പോൾ തന്നെ രാജാവായി. അപ്പൊ അദ്ദേഹത്തിന് വലിയ പരിശീലനമൊന്നുമില്ല, പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു എലീശ. വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് യുവരാജാവിന് വേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എലീശ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർ ആയിരുന്നു. MENTOR, മെന്റർ. അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എലീശ പ്രവാചകൻ വയസ്സായി. അദ്ദേഹം മരണക്കിടക്കയിലായി. അത് കണ്ട് യുവരാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. അദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ ആരാണ് എന്നെ വഴി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പെയ്യുക എന്ന് പറഞ്ഞു, ഷൂട്ട് എന്ന് പറഞ്ഞു. ഉടനെ യുവരാജാവ് ഉന്നം വെച്ച് അതിൽ കൂടി ആ കിളിവാതിലൂടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്പെടുത്ത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യുവരാജാവ് ഈ അമ്പെടുത്ത് 3 പ്രാവശ്യം താഴെ അടിച്ചു. 1, 2, 3 എന്നിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എലീശ പ്രവാചകന് ദേഷ്യം വന്നു. എടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ 3 പ്രാവശ്യം അടിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തിയത്? നീ 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് നീ ശത്രുക്കളെ 3 പ്രാവശ്യമേ തോൽപ്പിക്കുകയുള്ളൂ. നീ ഒരുപാട് പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കഥ. ഇതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ നോക്കൂ, പെർസിവറൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാല് അത് വിജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലെ പോകണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നത് വരെ. അതാണ് പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ. നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ഇതേപോലെ ഒരു കഥ നമ്മുടെ കർത്താവും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഉപമ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അതെന്തെന്നറിയാമോ? ഒരു ദിവസം ഒരാളുടെ വീട്ടില് അയാളുടെ ഒരു സ്നേഹിതൻ ചെന്നു. അർദ്ധരാത്രിയിലാണ് ചെന്നത്. ചെന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിഷമായി. കാരണം സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നിരിക്കുക, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ അടുത്ത്, അയൽവാസിയുടെ അടുത്ത് ചെന്ന് രാത്രിയിൽ ചെന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിത, എനിക്കൊരു 3 അപ്പം കടം തരുമോ? എനിക്ക് അർദ്ധരാത്രിയിൽ എനിക്കൊരു അതിഥി വന്നു, കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു 3 അപ്പം എനിക്ക് വായ്പയായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള അയൽവാസി പറഞ്ഞു, അയ്യോ, ഇപ്പൊ രാത്രിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാനിതാ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആതിഥേയൻ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. യാതൊരു ഒരു വിഷമവും കൂടാതെ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയുക, ഷെയിംലെസ് ആയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഷെയിംലെസ് ആയിട്ട് ലജ്ജിക്കാതെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട്, അയ്യോ സ്നേഹിത, പ്ലീസ് ഞാൻ ഒന്ന് കേൾക്കൂ, എനിക്ക് ആ 3 അപ്പം ഒന്ന് തരാമോ, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 3 അപ്പം വായ്പ കൊടുത്തു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പൊ ഇതുകൊണ്ട് എന്നിട്ട് കർത്താവ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. എന്താണ്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. ആസ്ക്, ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ്. നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു. ഇതാണ് പറഞ്ഞത്. ഇത് വളരെ വളരെ പ്രശസ്തമായ 3 വാക്യങ്ങളാണ്. നോക്കൂ, ഈ വാക്യത്തില് 3 ക്രിയാപദങ്ങളുണ്ട്. ഏതൊക്കെയാ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക്, ചോദിക്കുക; സീക്ക്, അന്വേഷിക്കുക; നോക്ക്, മുട്ടുക. എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? യു ഷുഡ് കീപ് ഓൺ ആസ്കിങ്.
യു ഷുഡ് കീപ്പ് ഓൺ സീക്കിംഗ് ആൻഡ് യു ഷുഡ് കീപ്പ് ഓൺ നോക്കിംഗ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നാം നോക്ക് ചെയ്തുകൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പെർസിവറൻസ് ഉണ്ടാവണം. അതാണ് കർത്താവ് പറഞ്ഞത്, ലജ്ജ കൂടാതെ ഒരു ഷെയിംലെസ് ആയിട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ കർത്താവിനോട് നിങ്ങൾക്കൊരു ആഗ്രഹം പറയണമെങ്കിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു പോരാ, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദിവസം അത് തുറന്നു തരും. അങ്ങനെ ഒരു പെർസിവറൻസ് ഉണ്ടായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാമത്തെ യൂണിറ്റ് വിശ്വാസ സത്യങ്ങൾ. അതിനകത്ത് 20ാമത്തെ പാഠമാണ്. പാഠത്തിന്റെ പേര് മാറാനായ പെരുന്നാളുകൾ. എന്താണ് മാറാനായ പെരുന്നാളുകൾ? നമ്മൾ ഞായറാഴ്ച പോലെ ആചരിക്കേണ്ട ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് മനപാഠവാക്യം നോക്കാം. ഇന്നത്തെ നമ്മുടെ മനപാഠവാക്യം 23-ാം സങ്കീർത്തനം 6-ാം വാക്യം. 23-ാം സങ്കീർത്തനം 6-ാം വാക്യം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്താണ് 23-ാം സങ്കീർത്തനം 6-ാം വാക്യം? നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ മാറാനായ പെരുന്നാളുകളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. മോറാൻ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് എന്നാണ്. മാറാനായ പെരുന്നാളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന്റെ പെരുന്നാളുകൾ എന്നാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും പ്രാധാന്യമുള്ളത് തന്നെയാണ്. എന്നാൽ സഭ അതിൽ ചില ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം പണ്ട് മുതലേ നൽകി വരുന്നു. ആ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കൂടുതൽ ധ്യാനിക്കുകയും കൂടുതൽ ദൈവ സാന്നിധ്യ ബോധം അനുഭവിക്കുകയും ചെയ്യുവാനായിട്ടാണ് സഭ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി മാറാനായ പെരുന്നാളുകൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് നോക്കാം. ഈ ദിവസങ്ങൾ ഞായറാഴ്ച പോലെ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കേണ്ടതും വിശ്വാസികൾ അതിൽ പങ്കെടുക്കേണ്ടതുമാണ്. ഓരോ ദിവസങ്ങൾക്കും പ്രത്യേക പ്രൊമിയോൻ, സെദറ, വേദവായനങ്ങൾ, ഏവങ്കേലിയോൻ, പ്രത്യേകം ഗീതങ്ങൾ എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പോലെ തലേദിവസം സന്ധ്യാ നമസ്കാരം മുതൽ പിറ്റേന്നിര 9-ാം മണി നമസ്കാരം വരെ കുമ്പിട്ട് നമസ്കാരം ഉണ്ടായിരിക്കുന്നതല്ല. മാറാനായ പെരുന്നാളുകൾ ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വന്നാൽ നമ്മൾ ഉപവസിക്കാൻ പാടില്ല. ആ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതിനാൽ വിശ്വാസികൾ കുർബാന അനുഷ്ഠിക്കണം എന്നും ഇതിനർത്ഥമുണ്ട്. അപ്പം ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് മാറാനായ പെരുന്നാളുകൾ വരുന്നെങ്കിൽ നമുക്ക് ഉപവാസമില്ല. അന്ന് കുർബാന ഉള്ളത് കൊണ്ട് നമുക്ക് ഉപവാസമില്ല. ഇങ്ങനെയാണ് ആ ദിവസങ്ങൾ ഞായറാഴ്ച പോലെ നമ്മൾ ആചരിക്കണം. ഇനി മാറാനായ പെരുന്നാളുകൾ ഏതെല്ലാമെന്ന് നോക്കാം. 1 യെൽദോ, 2 ദനഹ, 3 മായൽത്തോ, 4 മാതാവിന്റെ വചനിപ്പ് അല്ലെങ്കിൽ സുബോറോ,
5 മറുരൂപ പെരുന്നാൾ, 6 സ്വർഗാരോഹണം, 7 സ്ലീബ പെരുന്നാൾ. ഇനി പെന്തിക്കോസ്തിയും ഉയർപ്പും ഞായറാഴ്ച ദിവസങ്ങൾ വരുന്നതിനാൽ അത് നമ്മൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം 7 മാറാനായ പെരുന്നാളുകൾ നമ്മൾ ആചരിക്കുന്നു. 2 ഞായറാഴ്ച വരുന്നു. അപ്പൊ 7 2 9. 1 യെൽദോ പെരുന്നാൾ, നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാൾ. 25 ദിവസത്തെ നോമ്പോടും ഉപവാസത്തോടും കൂടിയാണ് നമ്മൾ നമ്മുടെ കർത്താവിന്റെ ജനനത്തെ വരവേൽക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഡിസംബർ 25 ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ 25 ദിവസത്തെ നൊയമ്പും 25 വെളുപ്പിന് നടക്കുന്ന ജനന പെരുന്നാളിന്റെ ശുശ്രൂഷയും കുർബാനയും വളരെ ഏറെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ജനന പെരുന്നാൾ ശുശ്രൂഷ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ജനന പെരുന്നാൾ നമ്മൾ തീജ്വാല ശുശ്രൂഷ നടത്താറുണ്ട്. 3 വിദ്വാൻമാർ യേശുപ്പച്ചന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചതിനെ പ്രതിനിധീകരിച്ച് വിശ്വാസികൾ തീജ്വാലയിൽ കുന്തിരിക്കം സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? 2 ദനഹ പെരുന്നാൾ, നമ്മുടെ കർത്താവിന്റെ മാമോദീസ. കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചുവെങ്കിലും 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റതിനു ശേഷമാണ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. നമ്മുടെ കർത്താവ് ലോകത്തിൽ ഉദയം ചെയ്തു എന്ന അർത്ഥത്തിൽ നാം ദനഹ ആഘോഷിക്കുന്നു. ജനുവരി 6-ാം തീയതി നടക്കുന്ന വിശുദ്ധ കുർബാനയിലും വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷയിലും വിശ്വാസികൾ പങ്കെടുക്കുകയും വാഴ്ത്തിയ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിശ്വാസികൾക്ക് വെള്ളം ഭവനങ്ങളിൽ കൊണ്ടുപോയി നൽകുന്ന പാരമ്പര്യം ഉണ്ട്. 3 മായൽത്തോപ്പ് പെരുന്നാൾ, നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശനം. 40-ാം ദിവസം കർത്താവിനെ ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കുന്നതിനെ അനുസ്മരിച്ച് നാം മായൽത്തോ ആചരിക്കുന്നു. ഫെബ്രുവരി 2-ാം തീയതി വിശുദ്ധ ആരാധനയോടുകൂടിയാണ് നാം മായൽത്തോ ആചരിക്കുന്നത്. 4 സുബോറോ പെരുന്നാൾ, ദൈവമാതാവിനോടുള്ള വചനപ്പിന്റെ പെരുന്നാൾ. മാർച്ച് 25-ാം തീയതി നാം ദൈവമാതാവിനോടുള്ള വചനിപ്പ് ആചരിക്കുന്നു. ദൈവ ഇഷ്ടത്തിന് മാതാവ് സ്വയം സമർപ്പിച്ചതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവിന്റെ ജനനം സാധ്യമായത്. ആയതിനാൽ ഓർത്തഡോക്സ് സഭ ദൈവമാതാവിന്റെ വചനിപ്പിനെ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു. ജനന പെരുന്നാളിന് ഏകദേശം 5 ആഴ്ച മുന്നേ വരുന്ന ഞായറാഴ്ചയും നമ്മൾ മാതാവിനോടുള്ള വചനിപ്പ് ആചരിക്കാറുണ്ട്. വലിയ നോയമ്പില് വളരെ ചുരുക്കമായി കഷ്ടാനുഭവ ആഴ്ചയിലും മാർച്ച് 25 എന്ന ദിവസം വന്നാൽ ഉപവാസ ദിവസമാണെങ്കിലും വിശുദ്ധ കുർബാന ആചരിക്കേണ്ടതാണ്. നോയമ്പിന്റെ ആചാരങ്ങളും ഉപവാസവും കുമ്പിടിയിലും ഒഴിവാക്കി ഞായറാഴ്ച പോലെ മാർച്ച് 25 ആചരിക്കേണ്ടതാണ്. ഇതാണ് മാതാവിന്റെ വചനിപ്പ് പെരുന്നാൾ. എന്നാ വരുന്നത്? മാർച്ച് 25-ാം തീയതി. 5 മറുരൂപ പെരുന്നാൾ അഥവാ നമ്മുടെ കർത്താവിന്റെ തേജസ്കരണത്തിന്റെ പെരുന്നാൾ. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് നമ്മൾ മറുരൂപ പെരുന്നാൾ ആചരിക്കുന്നത്. യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ മറുരൂപ മലയിൽ നടന്ന നമ്മുടെ കർത്താവിന്റെ തേജസ്കരണത്തെ അനുസ്മരിച്ചാണ് അന്നേ ദിവസം നാം ആരാധനയിൽ പങ്കെടുക്കുന്നത്. 6 സുലോക്കോ അഥവാ സ്വർഗാരോഹണം. ഇതിന് ഒരു ഫിക്സഡ് ഡേറ്റ് ഇല്ല, അതായത് തീയതി നിശ്ചയമില്ല. ഉയർപ്പിന് ശേഷം 40-ാം ദിവസമാകുന്ന വ്യാഴാഴ്ച സ്വർഗാരോഹണം ആചരിക്കുന്നു. ഇതിനു ശേഷം വരുന്ന 10-ാമത്തെ ദിവസമായ ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാളായി നമ്മൾ ആഘോഷിക്കുന്നു. ഇതിനിടയിൽ വരുന്ന 10 ദിവസം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളായി സഭ കൊണ്ടാടുന്നു. ആയതിനാൽ ഈ 10 ദിവസങ്ങളിൽ സഭ വിവാഹ ശുശ്രൂഷ അനുവദിക്കുന്നതല്ല. 7 സ്ലീബ പെരുന്നാൾ. സെപ്റ്റംബർ 14-ാം തീയതി നാം സ്ലീബ പെരുന്നാൾ ആചരിക്കുന്നു. ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാതാവ് ഹേലനി രാജ്ഞി യെരുശലേമിൽ പോയി കർത്താവിനെ കുരിശ് കണ്ടെടുത്തു. അവർ അതിനെ വളരെ ആഘോഷപൂർവ്വം റോമിലേക്ക് വരവേറ്റു. അവിടെ ഒരു ദേവാലയം പണിത് വിശുദ്ധ മദ്ബഹായി വിശുദ്ധ സ്ലീബായെ സ്ഥാപിച്ചു. നമ്മളുടെ സഭ ഈ സംഭവത്തെയും പിശാചിനെ ജയിക്കാനുള്ള സ്ലീബായുടെ ശക്തിയെയും ഈ ദിവസത്തിൽ അനുസ്മരിക്കുന്നു. മാറാനായ പെരുന്നാളുകൾ ഏതൊക്കെയാണ് നമുക്കൊന്നും കൂടി റിക്കലക്ട് ചെയ്യാം. ഒന്നാമത്തെ എന്തായിരുന്നു? യെൽദോ പെരുന്നാൾ, ഡിസംബർ 25. 2 ദനഹ പെരുന്നാൾ, ജനുവരി 6. 3 മായൽത്തോ അഥവാ കർത്താവിന്റെ ദേവാലയ പ്രവേശനം, ഫെബ്രുവരി 2. 4 മാതാവിനോടുള്ള വചനിപ്പിന്റെ പെരുന്നാൾ, മാർച്ച് 25. 5-ാമത്തത് മറുരൂപ പെരുന്നാൾ, അത് ഓഗസ്റ്റ് 6. 6-ാമത്തത് സ്വർഗാരോഹണ പെരുന്നാൾ, അതിനൊരു ഫിക്സഡ് ഡേറ്റ് ഇല്ല. 7-ാമത്തത് സ്ലീബ പെരുന്നാൾ, സെപ്റ്റംബർ 14-ാം തീയതി. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കറക്റ്റ് ഡേറ്റ് റിലേറ്റ് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇത് എക്സാമിന് ചോദിക്കും.
ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ മാറാനായ പെരുന്നാളുകൾക്കും ക്രിസ്തുവിന്റെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. എന്നാൽ അങ്ങനെ ബന്ധമില്ലെങ്കിലും ക്രിസ്തീയ സാക്ഷ്യത്തെയും ക്രിസ്തീയ സുവിശേഷത്തെയും സഭയിൽ ഉറപ്പിക്കുന്ന രീതിയിൽ പ്രാധാന്യമുള്ള മറ്റു 3 ദിനങ്ങൾ കൂടി നമ്മൾ ഞായറാഴ്ച പോലെ, അതായത് മാറാനായ പെരുന്നാളുകളായി ആചരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ. ജൂൺ 29-ാം തീയതി നാം പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്നു. ജൂൺ 16-ാം തീയതി തുടങ്ങുന്ന സ്ലീഹ നോയമ്പ് ജൂൺ 29-ന് അവസാനിക്കുന്നു. നീറോ ചക്രവർത്തിയുടെ പീഡയിൽ AD 64-ൽ പത്രോസിനെ തല കീഴായും പൗലോസിനെ ശിരഛേദം ചെയ്തും കൊലപ്പെടുത്തി. അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി. ഈ ഓർമ്മയെ നമ്മൾ ജൂൺ 29-ാം തീയതി ആചരിക്കുന്നു. 2. മാർത്തോമാ സ്ലീഹായുടെ ദുഃഖ്രോനോ അഥവാ ഓർമ്മ പെരുന്നാൾ. ജൂലൈ 3. ഡിസംബർ 21-ാം തീയതി മൈലാപ്പൂരിൽ കൊല്ലപ്പെട്ട മാർത്തോമാ സ്ലീഹായുടെ തിരുശേഷിപ്പ് 4-ാം നൂറ്റാണ്ടിൽ ഉറഹായിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. അത് അദ്ദേഹത്തിന് ഓർമ്മ പെരുന്നാൾ ദിനമായി മാറി. എന്നാൽ മലങ്കര സഭ ഇന്നും ഡിസംബർ 21 മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ ദിനമായി കൊണ്ടാടുന്നു. മാർത്തോമാ സ്ലീഹ ഭാരതത്തിന്റെ അപ്പോസ്തോലനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാവൽ പിതാവുമാണ്. 3. ശൂനോയോ അഥവാ വാങ്ങിപ്പ്. ഓഗസ്റ്റ് 15-ാം തീയതി നാം മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 1-ന് തുടങ്ങുന്ന നോയമ്പ് 15-ാം തീയതി മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടുകൂടി അവസാനിക്കുന്നു. മാതാവിന്റെ ആത്മാവിനെ വിശുദ്ധ ബഹുമതികളോടുകൂടി സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. അപ്പം ഈ പാഠഭാഗത്ത് നമ്മൾ എന്തെല്ലാം പഠിച്ച് മാറാനായ പെരുന്നാളുകളെ കുറിച്ച് പഠിച്ചു. മോറാൻ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് എന്നാണ്. മാറാനായ പെരുന്നാളുകൾ എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന്റെ പെരുന്നാളുകൾ എന്നാണ് അർത്ഥമെന്നും പഠിച്ചു. 7 മാറാനായ പെരുന്നാളുകൾ ഏതെല്ലാമാണെന്നും അവയുടെ ദിവസങ്ങൾ ഏതെല്ലാമാണെന്നും പഠിച്ചു. നിങ്ങൾ ഈ പാഠം ലൈൻ ടു ലൈൻ വായിക്കണം. ഇതിനകത്ത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടൊന്നുമല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് നിങ്ങൾ കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ലൈൻ ടു ലൈൻ നിങ്ങൾ വായിക്കണം. ഓരോ പെരുന്നാളിന്റെയും ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതിനുശേഷം നമ്മൾ എന്തോ പഠിച്ചത്? മാറാനായ പെരുന്നാളുകൾ പോലെ ആചരിക്കേണ്ട 3 പെരുന്നാളുകളൂടെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ജൂൺ 29, മാർത്തോമാ സ്ലീഹായുടെ ദുഃഖ്രോനോ ജൂലൈ 3, മാതാവിന്റെ വാങ്ങിപ്പ് ഓഗസ്റ്റ് 15. അപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാം ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ലെസൺ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പാഠഭാഗം വായിക്കണം. ഓക്കെ, താങ്ക് യു. ദൈവത്തിന് സ്തുതി. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരും സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിന് റെഡിയാണോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? നിങ്ങളൊരു എഫേർട്ട് ഇടാറുണ്ടോ? മിനിമം ഈ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് നമുക്ക് നോക്കണം കേട്ടോ. നിങ്ങളത് ഓടിച്ചു വിട്ട് നോക്കണം. കാരണം എന്തോരം ടീച്ചേഴ്സാ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഇടുന്നേ. അപ്പം നിങ്ങളോട് എഫേർട്ട് ഇട്ടാലേ നമ്മൾ ഇതിലൊരു വിജയം കൈവരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് ഓൺലൈൻ കുർബാനയൊക്കെ കണ്ടോ? നിങ്ങൾ എന്തിലാ കാണുന്നത്? ടിവിയിലാണോ അതോ ഈ പറയുന്ന ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറിലൊക്കെയാണോ? ഓൺലൈൻ ആയിട്ടാണോ കാണുന്നത്? എല്ലാവരും മിക്കവരും അവനവന്റെ പള്ളിയിലെ അല്ലെങ്കിൽ പരിമല പള്ളിയിലെ അല്ലേ കാണുന്നത്? അപ്പൊ നിങ്ങളുടെയൊക്കെ പള്ളികൾ ആരുടെ പേരിലാണ്, ആരുടെ നാമത്തിലാണെന്നൊക്കെ അറിയൂ? പൊതുവെ മിക്കതും പരിമല തിരുമേനിയുടെ പേരില്, മാതാവിന്റെ പേരില് അങ്ങനെ അങ്ങനെ പോവല്ലേ. അമ്മ ഈ പുതുപ്പള്ളി പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭയങ്കര പ്രസിദ്ധമായ ഒരു പള്ളിയാണ്. പുതുപ്പള്ളി പള്ളി ആരുടെ പേരില? പുതുപ്പള്ളി പള്ളി സെയിന്റ് ജോർജ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേരിലാണ്. ആരെ ഗീവർഗീസ് സഹദ? ഒന്ന് നമുക്ക് ഗീവർഗീസ് സഹദ എന്ന് പറയുമ്പോ തന്നെ ആ പിക്ചർ എന്തുവാ? ഒരു പടച്ചട്ടയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കുന്തൊക്കെ വെച്ച് ഒരു പാമ്പിനെ കൊല്ലുന്നതല്ലേ, ഒരു കുതിരപ്പുറത്തിരുന്ന. അപ്പൊ ഗീവർഗീസ് സഹദയുടെ പേരിലാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ പോലും വിശുദ്ധ ഗീവർഗീസ് സഹദ എന്നുള്ളതാണ്. ചാപ്റ്റർ നമ്പർ 22. അപ്പം ചാപ്റ്ററിലോട്ട് പോവാം. ആരാ ഈ സഹദേവന്മാർ, അല്ലെങ്കിൽ എന്തോ ഈ രക്തസാക്ഷി, അല്ലെങ്കിൽ ഗീവർഗീസ് സഹദ ശരിക്കും എന്താണ്, എന്തുകൊണ്ടാണ് പുള്ളി വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സഹദേവനായിട്ട് പറയുന്നത്? സഹദേവന്മാരെന്ന് പറഞ്ഞാല് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് വധിക്കപ്പെട്ടവരാണ് സഹദേവന്മാര്. ആരാ? ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് വധിക്കപ്പെട്ടവര്. എന്തിനാ അവര് വധിക്കപ്പെട്ടെ? അവര് സ്വയമായിട്ട് മരിക്കുന്നതല്ല, ഒരു വൈയായിക മൂലമോ അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം മരിക്കുന്നതല്ല. യേശുപ്പച്ചൻ പോയതിനു ശേഷം, അതായത് ഉയർത്തെഴുന്നേറ്റ്
സ്വർഗാരോഹണം നടന്നു പോയതിനു ശേഷം നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് കുറെ പേരുണ്ടായിരുന്നു. ആ സമയത്ത് ഈ രാജഭരണമാണ്. ഓക്കെ, ആ രാജഭരണ സമയത്ത് രാജാവ് പറയുന്നത് അനുസരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പോലത്തെ ഇപ്പോഴത്തെ പോലത്തെ ഒരു ഡെമോക്രസി അല്ല. രാജാവ് പറയണം എന്നെ അനുസരിക്കണം, അല്ലെങ്കിൽ എന്നെ പ്രേസ് ചെയ്യണം, എന്നെ ഞാനാണ് ദൈവം, എന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കേണ്ടവരും. അപ്പൊ അങ്ങനെയുള്ള വിളംബരങ്ങൾ വരുമ്പോ ഇല്ല, ഞാൻ എന്റെ ക്രിസ്തുവിലെ വിശ്വസിക്കുള്ളൂ, ഞാൻ ക്രൈസ്തവനാണ്, എന്റെ ദൈവമാണ് ഏക ദൈവം എന്നൊക്കെ പറയുമ്പോ പീഡകളാണ്. പിന്നെ ഫുൾ ഓൺ നമ്മളെ ടോർച്ചർ ചെയ്യുക, ഒരുപാട് ശിക്ഷിക്കുക, അവസാനം വേണമെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കും. അപ്പൊ അങ്ങനെ ക്രൈസ്തവനായി ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് അവന് വേണ്ടി വധിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അവന് വേണ്ടി മരിച്ചവൻ, മറ്റൊരാള് വന്ന് ജീവൻ എടുത്തവരാണ് ആര്? സഹദേന്മാർ, അല്ലെങ്കിൽ രക്തസാക്ഷികൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു രക്തസാക്ഷിയാണ്. അതായത് ഗീവർഗീസാദായിക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാല്, നമുക്ക് തന്നെ അറിയാലോ, ഒരുപാട് ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. ഈ പറയുന്ന ഇപ്പൊ ഒരു വന്നിട്ട് ഈ യാക്കോബ സഭ എന്നൊക്കെ കേൾക്കുന്നു, അതല്ലാതെ കത്തോലിക്കയുണ്ട്, മർത്തോമയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും കോമൺലി ഒരുവിധം വിശ്വസിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്, അല്ലെങ്കിൽ മാട്രിയർ ആണ് ആര്? ഗീവർഗീസാദ. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും സ്പ്ലിറ്റൻസ് വരുന്നതിന് മുന്നേ തന്നെ ഗീവർഗീസാദ ലോകമെമ്പാടും പോയിട്ടുണ്ട്. അത്രയ്ക്ക് എഫിഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് അതിലൂടെ വരാം എങ്ങനെ ലോകമെമ്പാടും പോയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആരാണ് ഗീവർഗീസാദ? രക്തസാക്ഷിയാണ്. ഓക്കെ, ഇനി ഗീവർഗീസാദയെ കുറിച്ച് പറഞ്ഞാല് AD ക്രിസ്തു വർഷം അന്നോ ഡൊമിനി 283 ലാണ് ഗീവർഗീസാദ ജനിക്കുന്നത്. ഗീവർഗീസാദ ഒരു കപ്പദോക്യൻ കുടുംബത്തില്, ഒരു വലിയ അതായത് ഹൈ ക്ലാസ് കപ്പദോക്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. ഗീവർഗീസാദയുടെ അപ്പായും ഒരു സൈനികനായിരുന്നു. ഗീവർഗീസാദയുടെ അപ്പായുടെ പേര് ജെറോൺഷ്യസ് ആണെന്നാണ്, അമ്മ പോളിക്രോണിയ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, അല്ലാതെയാണ് കേട്ടോ. അപ്പം ഇവരുടെ മകനായിട്ട് ഗീവർഗീസാദ AD 283 ജനിച്ചു. അങ്ങനെ ജനിച്ച് ഗീവർഗീസാദയുടെ 14ാമത്തെ വയസ്സിൽ, ഒരു 14th ഇയർ ആയപ്പം ഗീവർഗീസാദയുടെ അപ്പ മരിച്ചു. അങ്ങനെ മരിച്ചപ്പം അമ്മയുടെ നേറ്റീവ് പ്ലേസിലോട്ട്, അമ്മയുടെ വീട്ടിലോട്ട്, നാട്ടിലോട്ട് ഗീവർഗീസാദയെ കൊണ്ടുപോയി. ആ സ്ഥലമാണ് ഏതാണ്? പാലസ്തീൻ. അവിടെ ചെന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പം അമ്മയും മരിച്ചു. അങ്ങനെ ഗീവർഗീസാദ അവിടെ നിൽക്കുകയാണ്. അപ്പം ഈ ഹൈ ക്ലാസ് കുടുംബങ്ങളില്, പണ്ട് തൊട്ടേ ഹൈ ക്ലാസ് കുടുംബങ്ങളില് ജനിച്ച് വളരുന്ന ആൺകുട്ടികള് പൊതുവെ ആഗ്രഹം കാണിക്കുന്നത് സോൾജിയേഴ്സ് ആകാനാണ്. ഓക്കെ, അപ്പൊ അന്നത്തെ ഈ ഗീവർഗീസാദ ജനിക്കുന്ന സമയത്ത് അന്നത്തെ രാജ്യഭരണം ഡയോക്ലീഷ്യസ് രാജാവാണ് അന്നത്തെ രാജ്യഭരണം നടത്തുന്നത്. അപ്പം ഗീവർഗീസാദ രാജാവിനോട് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പം രാജാവിന് സന്തോഷമായി. കാരണം രാജാവിനെ ഒരു കാലത്ത് സംരക്ഷിച്ച ഒരു സേനാധിപന്റെ മകനാണ്. അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിരുന്നു ഗീവർഗീസാദയുടെ അപ്പയും. അപ്പം ഗീവർഗീസാദയെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഗീവർഗീസാദയുടെ കഴിവും, ഗീവർഗീസാദ ഭയങ്കര ഹാൻസം ആയിരുന്നു, ഭയങ്കര എഫിഷ്യന്റ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിയായിരുന്നു, വിവേകം ഉണ്ടായിരുന്നു, ഹെൽത്തി ആയിരുന്നു. അപ്പൊ ഈ എബിലിറ്റീസ് മൂലം ഗീവർഗീസാദ വളരെ പെട്ടെന്ന് തന്നെ ഈ സേനാപതി അല്ലെങ്കിൽ അവരുടെ സോൾജിയേഴ്സിലെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഗീവർഗീസാദ അങ്ങനെ ഒരു റാങ്ക് വരെ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. റാങ്കിന്റെ പേര് ട്രൈബ്യൂണൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഗീവർഗീസാദയുടെ ഈ കർമ്മ നൈപുണ്യമൊക്കെ കാരണം ഒരുപാട് ഉത്തരവാദിത്തങ്ങള് നമ്മുടെ രാജാവ് ഗീവർഗീസാദയ്ക്ക് കൊടുത്തു. ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ടും ഗീവർഗീസാദയ്ക്ക് രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ, ലോകം മുഴുവൻ ലിറ്ററലി പറഞ്ഞാല് സഞ്ചരിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ അതാണ് ടീച്ചർ പറഞ്ഞ ഇംഗ്ലണ്ട്, പല പല രാജ്യങ്ങളിൽ ഗീവർഗീസാദ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഗീവർഗീസാദയെ കുറിച്ച് പറയുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഗീവർഗീസാദ ഒരിക്കലും ഇംഗ്ലണ്ടില് ഗീവർഗീസാദയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം അറിഞ്ഞത്. അതാണ് ശരിക്കും ഈ ഗീവർഗീസാദയെ മാട്രിയർ അല്ലെങ്കിൽ രക്തസാക്ഷിയാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അല്ലെങ്കിൽ അങ്ങനെയാണ് ഗീവർഗീസാദ ഒരു രക്തസാക്ഷിയായി. അതെന്താന്ന് പറഞ്ഞാല്
ഈ ഡയോക്ലീഷ്യസ് രാജാവ് ഇത്രയും നാളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തപ്പോ പെട്ടെന്ന് മനം മാറ്റി കളഞ്ഞു. അതായത് ഇനി എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഒരു വിളംബരം നടത്തി. ക്രിസ്ത്യ എന്നുള്ള ഒരു വിശ്വാസികളും അവിടെ പറ്റില്ല, എന്നെ ആരാധിക്കണം അല്ലെങ്കിൽ ശിക്ഷ നേരിടേണ്ടി വരും. എന്താ ഗിയൂറിസാദ ഇത് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഗിയൂറിസാദ എന്താ രാജാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, എന്റെ ദൈവമാണ് ഏക ദൈവം, അവനിൽ ഞാൻ അത്രയും വിശ്വസിക്കുന്നുണ്ട്, വേറെ ആരെയും ഞാൻ ആരാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഗിയൂറിസാദ പറഞ്ഞു, എങ്കിൽ ഞാൻ എന്റെ സ്ഥാനങ്ങളും എന്റെ എല്ലാം ഞാൻ ഉപേക്ഷിക്കുക, ഞാൻ ത്യജിക്കുക, ക്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ രാജാവിന് ഭയങ്കര പേടിയായി. കാരണം അത്രയും എഫിഷ്യന്റ് ആയ ഒരു സോൾജിയർ ക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രാജാവിന് നഷ്ടമാണ്. പറഞ്ഞു പറ്റില്ല എന്ന് പറയുമ്പോ ഗിയൂറിസാദ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞു. കൊറേയൊക്കെ ഗിയൂറിസാദയെ രാജാവ് ഇങ്ങനെ ഇത് പറയാൻ നോക്കി, ഒരുപാട് അതും ഇതുമൊക്കെ പറഞ്ഞ് തിരിച്ചു വരുത്താൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അവസാനം രാജാവും സഹിയിട്ട് രാജാവ് ഗിയൂറിസാദയെ പല പീഡനങ്ങൾക്കും ഇരയാക്കി. അതിലൊരു എന്തൊക്കെയാന്ന് പറഞ്ഞാല് ആണി ഗിയൂറിസാദയുടെ കാൽവെള്ളയിൽ അടിച്ചു കയറ്റുക, അഗ്നികുണ്ഡത്തിലിടുക, വാള് വെച്ച് ശരീരഭാഗങ്ങൾ അറുത്തു മാറ്റുക. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വീൽ ഓഫ് സോഡ് എന്ന് പറഞ്ഞാല് ഈ വാളുകള് ഒരു വീലില് ഒരു ചക്രത്തില് ഇങ്ങനെ ഉണ്ട്, ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ചക്രം ശരീരമാസകല ഒരു 3-4 തവണ ഇങ്ങനെ ഇറക്കി കയറ്റി വിടും. അങ്ങനെയൊക്കെ ഒരുപാട് അഗ്നികുണ്ഡത്തിലൊക്കെ ഇട്ടിട്ടും അത്ഭുതകരമായിട്ടാണ് ഗിയൂറിസാദ രക്ഷപ്പെട്ടത്. അത്രയ്ക്ക് ദൈവത്തിൽ, അത്രയ്ക്ക് നമ്മുടെ സർവശക്തനിൽ ഗിയൂറിസാദ വിശ്വസിച്ചു. അങ്ങനെ ഇത് നടന്നിട്ടും അവസാനവും ഗിയൂറിസാദ മരിക്കാതെ വന്നപ്പം AD 303 ഏപ്രിൽ 23 വേറൊരു സോൾജിയർ ഗിയൂറിസാദയുടെ ശിരച്ഛേദം ചെയ്തു, അതായത് തല വെട്ടിക്കളയുമായിരുന്നു. അങ്ങനെയാണ് ഗിയൂറിസാദ മരിച്ചു എന്നവർ ഉറപ്പ് വരുന്നത്. കാരണം ബാക്കി എന്തൊക്കെ ചെയ്തിട്ടും ദൈവം അത്ഭുതകരമായിട്ടാണ് ഗിയൂറിസാദയെ രക്ഷിച്ചത്. അങ്ങനെ ഗിയൂറിസാദയാണ് ഡയോക്ലീഷ്യസ് രാജാവിന്റെ രാജ്യഭരണ സമയത്ത് ആദ്യത്തെ രക്തസാക്ഷി. ആരാണ്? ഗിയൂറിസാദയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഗിയൂറിസാദയുടെ പേരിലുള്ള പള്ളി ഏതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയ പള്ളി പുതുപ്പള്ളി പള്ളി. അപ്പൊ അതല്ലാതെ കുറെ പള്ളികളുണ്ട്. കുറച്ച് പള്ളികളുടെ പേര് നിങ്ങൾക്ക് പറയാവോ? ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കുറച്ച് പള്ളികൾ ഉണ്ടായിരുന്നു. ഫെറോണയിലെ പള്ളി, പിന്നെ എന്താ പറയാ നമ്മുടെ ഇവിടെയൊക്കെയുള്ള എടത്വ പള്ളി, ചന്ദനപ്പള്ളി. ഫെറോണയിലെ പള്ളി AD 503 ആ പള്ളി സ്ഥാപിച്ചത്. അത് കൂടാതെ AD 722 722 കരിങ്ങാച്ചിറ പള്ളി ഗിയൂറിസാദയുടെ പേരിൽ വന്നു. പിന്നെയുള്ള പള്ളി കോട്ടയം വലിയ പള്ളി AD 1330 കോട്ടയം വലിയ പള്ളി സെന്റ് ജോർജിന്റെ പേരിലാണ് ആ പള്ളി സ്ഥാപിച്ചത്. AD 1810 എടത്വ പള്ളി. പിന്നെ അങ്ങനെ ഇവിടെ കുറെ പള്ളികളുണ്ട്. തോഴിയൂർ പള്ളി, കുമ്പളങ്ങി പള്ളി, അങ്ങനെ അങ്ങനെ ഒരുപാട് പള്ളികള് നമ്മുടെ ഗിയൂറിസാദയുടെ പേരിലുണ്ട്. അപ്പൊ ഈ ഗിയൂറിസാദയുടെ പെരുന്നാളുകള്, പുതുപ്പള്ളിയിലേക്ക് പെരുന്നാളുകള് ഏപ്രിൽ ലാസ്റ്റ് വീക്ക്, മെയ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ഡിഫറെന്റ്, അതായത് ഒരു പ്രത്യേക തരം എന്താ ആചാരങ്ങളുണ്ട്. നമ്മള് പുതുപ്പള്ളി പള്ളിയിൽ എല്ലാവരും കേൾക്കുന്ന പറഞ്ഞാൽ ശ്രാദ്ധയൂട്ടൻ. നിങ്ങൾ പുതുപ്പള്ളി പള്ളിയിലൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ശ്രാദ്ധയൂട്ടൊക്കെ ഉണ്ട് ഈ പെരുന്നാളുടെ സമയത്ത്. അത് കൂടാതെ കോഴി നേർച്ച ഉണ്ടാവും. പിന്നെ മറ്റു പള്ളിയില് പിണ്ടിപ്പള്ളി, ചെമ്പെടുപ്പ്, ഇതൊക്കെ ഗിയൂറിസാദയുടെ നാമത്തിലുള്ള പള്ളികളിൽ ഉള്ള ഒരു പ്രത്യേക തരം ആചാരങ്ങളാണ്. അത് പലതും ഇതിനെയൊക്കെ ബേസിസ് ചെയ്തിട്ടുള്ള. അപ്പൊ നമ്മൾ ഗിയൂറിസാദയെ കുറിച്ച് ഇത്രയും പറഞ്ഞു. ഗിയൂറിസാദയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പിന്നെന്താ ഈ ഗിയൂറിസാദയുടെ പടത്തിൽ ഒരു പാമ്പൊക്കെ, അതെന്താ കഥ? ആ കഥ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യം ആണ്. അത് എത്രത്തോളം സത്യമാണെന്നോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അത് ഒരുപാട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ പുതുപ്പള്ളി പള്ളി പോയവർക്കറിയാം, ഈ പള്ളിയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഗിയൂറിസാദയുടെ സൈഡിൽ ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിലിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വീട്, ചിലപ്പോ ഒരു പാമ്പിന്റേത്, അല്ലെങ്കിൽ 3 ആളുടെ രൂപങ്ങൾ പോലെ അങ്ങനെയൊക്കെ വെക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ഗിയൂറിസാദയുടെ നമ്മൾ മധ്യസ്ഥ അണക്കാണ്. അതായത് ഡെയിലി പ്രാർത്ഥിക്കും പാമ്പ് കടിയിൽ നിന്ന്
കുടുംബത്തിനെ രക്ഷിക്കണം, ഈ കൃഷി അത് പണ്ടുള്ള കൃഷിയൊക്കെ രക്ഷിക്കണം, അല്ലെങ്കിൽ കൃഷിയൊക്കെ സംരക്ഷിക്കാനൊക്കെ മെയിൻലി നമ്മൾ ഗിവറീസാദയുടെ അതാണ് ഇതെല്ലാം നമ്മൾ കാണുന്ന സാധനം. അത് കാണാത്തവർ പോയി കാണണം കേട്ടോ. പാമ്പ് കടിയിൽ നിന്നൊക്കെ മെയിൻലി ഗിവറീസാദയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ ആ സ്റ്റോറി എന്താന്ന് പറഞ്ഞാല്, ഒരിക്കലും ഇപ്പൊ നമ്മള് ടീച്ചർ പറഞ്ഞു ഗിവറീസാദ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളും നാടുകളും ഒക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഗിവറീസാദ എത്തുന്നതിനൊക്കെ മുമ്പ് ഒരു സ്ഥലം, ലിബിയ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ലിബിയയിൽ സെലീന എന്ന് പറയുന്ന ഗ്രാമത്തില് ഒരു മാർഷി ലാൻഡ്, അതായത് ചതുപ്പ് നിലത്തിന്റെ അവിടെ ഒരു പാമ്പ്, ഉഗ്ര വിഷമുള്ള പാമ്പ്. ആ പാമ്പിന് സംസാരിക്കാൻ കഴിയും, പറക്കാൻ കഴിയും എന്നൊക്കെയാ പറയുന്നത്. അത്രയും ആ പാമ്പ് വാ തുറന്ന് ആ പാമ്പിന്റെ വായിന്നൊരു എയർ വന്നാൽ തന്നെ മനുഷ്യൻ മരിക്കുകയും അല്ലെങ്കിൽ മനുഷ്യർക്ക് ഓരോ രോഗങ്ങൾ വരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പാമ്പ് ആ ഗ്രാമത്തെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുമായിരുന്നു. അതായത് അവരുടെ കുടിവെള്ളമൊക്കെ നിർത്തി അവരോട് ഓരോ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുക. അപ്പൊ ആദ്യമൊക്കെ അവര് 2 ആട്ടുംകുട്ടിയെ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ആട്ടുംകുട്ടികൾക്ക് ഭയങ്കര സ്കേർസിറ്റി ആയപ്പം മനുഷ്യരെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നറുക്കിടും, എല്ലാവരും വെച്ചിട്ട് ഓരോരുത്തർ ആർക്കാണ് ഈ ഊഴം എന്നുള്ളത്. അങ്ങനെ ഒരിക്കല് അവിടുത്തെ രാജാവിന്റെ മകൾക്ക് നറുക്ക് വീണു. കന്യകയായ ഒരു രാജകുമാരിക്ക് നറുക്ക് വീണു. രാജാവിന് ഭയങ്കര വിഷമമായി അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ നറുക്ക് വീഴുന്നെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കും, ചിലപ്പോ കൊടുക്കുക പോലും ഇല്ല. പക്ഷെ അന്നത്തെ കാലത്ത് അത് പറ്റിയല്ല, അത് കൊടുത്തില്ല. ചിലപ്പോ ആ ഗ്രാമം മുഴുവൻ ആ പാമ്പ് വിഴുങ്ങിന്ന് വരും. അപ്പൊ ഭയങ്കര വിഷമത്തോടെ രാജാവ് മകളെ വധു എന്ന പോലെ ഒരുക്കി ആ ചതുപ്പ് നിലത്തിന്റെ അടുത്ത് കൊണ്ടു നിർത്തിയിട്ട്, ഇത് കണ്ടു നിൽക്കാൻ ഉള്ള ശേഷിയില്ലാത്തതുകൊണ്ട്, അത്രയ്ക്ക് മനക്കട്ടി ഇല്ലാത്തതുകൊണ്ട് രാജാവ് തിരിച്ചുപോയി. രാജാവും ആൾക്കാരും ഒക്കെ തിരിച്ചുപോയി. അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ഭയന്ന് ഇപ്പൊ എന്നെ തിന്നും എന്നുള്ള ഇതിൽ പേടിച്ച് അവിടെ നിന്നപ്പോ ആര് വന്നു? നമ്മുടെ ഹീറോ ആരാ? ഗിവറീസാദ വന്നു. ഗിവറീസാദ വന്നിട്ട് ചോദിച്ചു, എന്താ സംഭവം, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോ രാജകുമാരി പറഞ്ഞു, ഇതാണ് സംഭവം, ഈ ഇത്രയും നാളും ഈ ഗ്രാമം ഇവിടെ ഹോണ്ടഡ് ആണ്. ഈ പാമ്പ് ഞങ്ങളുടെ മൃഗങ്ങളെയൊക്കെ കഴിച്ചു, ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള മനുഷ്യരെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഗിവറീസാദയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം അത് പോസിബിൾ അല്ല. അങ്ങനെ ആ ഒരു പാമ്പിനെ കൊല്ലുന്നതാണ് നമ്മള് ഈ പിക്ചറിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾ ചിലവർ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ചിലയിടത്തൊരു ലേഡി ക്യാരക്ടർ നമ്മൾ ഈ പിക്ചറിന്റെ സൈഡിൽ കാണും. അത് ഈ രാജകുമാരിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഗിവറീസാദ ഈ പാമ്പിനെ കൊന്ന് രാജകുമാരിയെ സുരക്ഷിതമായിട്ട് രാജാവിന്റെ അടുത്ത് എത്തിച്ചു. രാജാവിന് ഭയങ്കര സന്തോഷമായി. ആ പാമ്പിന്റെ ബോഡി 4 വണ്ടി നിറച്ചെടുക്കാനുണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയ പാമ്പായിരുന്നു. 4 വണ്ടി നിറച്ച്. എന്നിട്ട് ഗിവറീസാദ സേഫ് ആയിട്ട് രാജാവിന്റെ അടുത്തോട്ടാക്കിയപ്പോ രാജാവിന് ഭയങ്കര സന്തോഷമായി. രാജാവ് ഗിവറീസാദയോട് പറഞ്ഞു, നിങ്ങൾ രക്ഷിച്ചതല്ലേ, അപ്പൊ നിങ്ങൾ തന്നെ എന്റെ മകളെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. കാരണം അതിനേക്കാൾ കൂടുതൽ വലിയൊരു പ്രതിഫലം ഗിവറീസാദയ്ക്ക് കൊടുക്കാനില്ല. അപ്പൊ ഗിവറീസാദ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. പാമ്പ് എന്ന് പറയുന്നത്, പാമ്പ് ആരെ സിംബലൈസ് ചെയ്യുന്ന, നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അവിടെ മനുഷ്യവർഗത്തെ തെറ്റിച്ചത് അല്ലെങ്കിൽ പാപികളാക്കിയ ഒരു ആളാണ് ഈ പാമ്പ്. പാമ്പ് ആരെ സിംബലൈസ് ചെയ്യുന്ന? പാമ്പ് പിശാചിന്റെ സിംബലൈസ് ചെയ്യുന്നതാ. പിശാച് സാത്താന്റെ പരീക്ഷണമാണ്. അപ്പം ഗിവറീസാദ പറഞ്ഞു, പാമ്പ് പിശാചിനെ സിംബലൈസ് ചെയ്യുന്ന. അപ്പം ആ ഒരു ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കൃപ നൽകിയത് എന്റെ ദൈവമാണ്. ഇങ്ങനെ അത്രയ്ക്ക് ഹമ്പിൾ ആയിരുന്നു. ഒന്ന് ആലോചിച്ച്, എത്ര ഉയരത്തിയിരിക്കുന്ന, എത്ര വലിയ രാജ്യത്തിന്റെ ഒരു സൈന്യാധിപൻ, ഏറ്റവും വലിയ റാങ്കിൽ ഇരിക്കുന്നു, ഇത്ര ചെറുപ്രായത്തിൽ 20-ാം വയസ്സില അത്രയും വലിയൊരു റാങ്കിലോട്ട് ചെയ്ത്. അപ്പൊ അത്രയും ഹമ്പിൾ, അത്രയും വലിയൊരാളായിട്ട് ഞാനൊന്നുമല്ല, അത് തമ്പുരാന്റെ കൃപ കൊണ്ടാന്ന് പറയുന്ന ആ മനസ്സ്. നമ്മളപ്പം അതൊക്കെ നമ്മള് എടുക്കണം. ലൈക്ക് നമ്മളത് മനസ്സിലാക്കണം. ഒന്നുമല്ല, നമ്മളൊക്കെ ആരുമല്ല, അത്ര ഹമ്പിളായിട്ട് നിൽക്കണം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ കൃപയാണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുക. അപ്പൊ അത്രയും ഹമ്പിളായിട്ട്, അത്രയും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഗിവറീസാദയെ കണ്ടിട്ട് ആ ഗ്രാമം മുഴുവൻ, ആ രാജാവും ആ നാട് മുഴുവൻ ക്രിസ്ത്യാനികളാണ് ആവുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാണ് ശരിക്കും, അവിടെയാണ് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ക്രൈസ്തവർ എന്ന നിലയിൽ വിജയിക്കേണ്ടത്. നമ്മളെ കണ്ട് ഓരോരുത്തർ
ക്രിസ്തുവിനെ ആരാധിച്ചാൽ അവനൊരു ക്രിസ്ത്യാനിയാണ്, അവനൊരു സത്യക്രിസ്ത്യാനിയാണ്, അവൻ എന്ത് നല്ല മിടുക്കൻ, അല്ലെങ്കിൽ അവന്റെ ആക്ഷൻ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ അവനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ക്രിസ്തുവിന്റെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ പ്രേസ് ചെയ്യണം. അതിനാണ് നമ്മൾ വഴിയൊരുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഗീവറീസാദ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു, അവിടുന്ന് വരെയാണ്. അപ്പൊ ഈ സ്റ്റോറിയുടെ ബേസിലാണ് നമ്മള് ഈ പിക്ചർ ഗീവറീസാദ കുന്തം കൊണ്ട് പാമ്പിനെ കുത്തുന്ന, ഉഗ്രവിഷമുള്ള പാമ്പിനെ കുത്തിക്കൊല്ലുന്ന പിക്ചർ നമ്മൾ ഈ സ്റ്റോറിയുടെ ബേസിസിലാണ് കാണുന്നത്. അപ്പൊ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഗീവറീസാദയുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ സഹദ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ചുമ്മാ ഒന്ന് അനലൈസ് ചെയ്തേ. ഗീവറീസാദ ശരിക്കും ഒരു സോൾജിയർ ആണ്. അപ്പൊ ഈ പറയുന്ന ഒരു പട്ടക്കാരനോ അല്ലെങ്കിൽ മറ്റാരും ആവേണ്ട ഒരു സോൾജിയർ പോലും രക്തസാക്ഷിയായെന്ന അർത്ഥം എന്ന് പറഞ്ഞാല് ഏതൊരാൾക്കും, ഗീവറീസാദ പറയുന്ന ഏതൊരു ആളും തന്റെ ഉള്ളിൽ ഒരു രക്തസാക്ഷി ആയിരിക്കണം. രക്തസാക്ഷി അവൻ മരിക്കണമെന്നില്ല, ലൗകിക ജീവിതം, അതായത് ലോകത്തിന്റെ വഴിയിലുള്ള നമ്മൾക്കിപ്പോ പല സാധനങ്ങളും ത്യജിച്ച് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പോലും തലയുയർത്തി ക്രിസ്ത്യാനിയാണ് ഞാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്, എനിക്ക് ഏക ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരു പട്ടക്കാരനോ മക്കളോ ഒന്നും ആവണമെന്നല്ല, ഏതൊരാൾക്കും സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് ആര്? ഗീവറീസാദ. ഗീവറീസാദയെ നമ്മള് മധ്യസ്ഥതയ്ക്ക് പറയുന്നത് പോലും ഗീവറീസാദ മരിക്കുന്ന സമയത്ത് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. എന്താ വാചകം? എന്റെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായ യേശുവെ അങ്ങ് എക്കാലവും അവർക്ക് ആശ്വാസദായകനായിരിക്കണമെന്ന്. അപ്പൊ നമുക്ക് വിശ്വസിച്ച്, അല്ലെങ്കിൽ അത്രയും ഗീവറീസാദയോട് മധ്യസ്ഥത യാചിക്കാൻ കാരണം ഗീവറീസാദ നമുക്ക് വേണ്ടി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച്, എല്ലാം ത്യജിച്ച് 23-ാം വയസ്സില് ഗീവറീസാദ രക്തസാക്ഷി ആയത്. അപ്പം 23 എന്നൊക്കെ പറയാൻ നിങ്ങൾ വിചാരിച്ചാൽ മതി, നിങ്ങളൊക്കെ ആഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് വലുതായാൽ മതി, അങ്ങനെ എൻജോയ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സ്പ്രിംഗ് സീസൺ ആണല്ലേ. അപ്പൊ ആ ഇതിൽ പോലും എല്ലാ കഷ്ടങ്ങളും ഒരാവശ്യമില്ല. നമ്മളൊക്കെയാണ് ഒരു 2 അടിയൊക്കെ അടിക്കുന്നത്, നമ്മൾ പറയും ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ രാജാവിനെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയല്ലേ. പക്ഷെ അതൊന്നുമില്ല. തന്റെ വിശ്വാസത്തിൽ ഗീവറീസാദ അത്രയും വിശ്വസിച്ച് ആ ആദ്യ നൂറ്റാണ്ടിൽ മിക്കവരും അങ്ങനെ ആയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു പ്രശ്നങ്ങളും അറിയാതെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ മാർ ഗീവർഗീസാദ പരീക്ഷകളിൽ പതറിപ്പോകാതെയും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും തകർന്നു പോകാതെയും ആത്മബലം പ്രാപിച്ച് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാതെ നിൽപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. അപ്പം ഇന്നത്തെ മനപ്പാടവും കൂടെ നമുക്ക് നോക്കാം. ഇന്നത്തെ മനപ്പാടം: ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആസ് യൂഷ്വൽ നിങ്ങൾ ടീച്ചറിന് അത് അയച്ചു കൊടുക്കണം. ഓരോരോ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ജസ്റ്റ് വായിച്ചു നോക്കണം. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ.